കാലം ചെയ്ത മഹാ ഇടയനെ അനുസ്മരിച്ച് കാലടി പൗരാവലിയുടെ നേതൃത്വത്തിൽ ഫ്രാൻസിസ് പാപ്പ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. MLA അൻവർ സാദത്ത് ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ വൈദികർ, സിസ്റ്റേഴ്സ് തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. കാലടി ടൗണിലുള്ള ഓപ്പൺ എയർ സ്റ്റേഡിയത്തിൽ നടന്ന അനുസ്മരണ യോഗം MLA അൻവർ സാദത്ത് മാർപ്പാപ്പയുടെ ഛായാചിത്രത്തിന് മുൻപിൽ തിരിതെളിയിച്ച് പുഷ്പാർച്ചന നടത്തി ഉദ്ഘാടനം ചെയ്തു. വെറുപ്പിന്റെ ഉദ്ദേശം ഒരു വാക്കും പഠിപ്പില്ല. അവിടെ ജാതിക്കും മതത്തിനും ഒക്കെ അപ്പുറം മനുഷ്യനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചത്. ഞാൻ തോന്നുന്നു എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് യേശുക്രിസ്തു പഠിപ്പിച്ച അദ്ദേഹം ആ ക്രിസ്തുവിന്റെ ആ ചിന്താഗതിയാണ് നമ്മളെ പഠിപ്പിച്ചത്. യേശുക്രിസ്തുവിന്റെ പ്രധാനപ്പെട്ട ഒരു വചനമൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട്. എന്താണ്? നീ നിന്നെ പോലെ നിന്റെ അയൽവാസിയെ സ്നേഹിക്കുക. ക്രിസ്ത്യാനിയെ സ്നേഹിക്കുകയല്ല യേശുക്രിസ്തു പഠിപ്പിച്ചത്, അല്ലെ? വെടി പറയാമായിരുന്നു, നീ നിന്റെ അയൽവാസിയെ ക്രിസ്ത്യാനിയെ സ്നേഹിക്കുക, അതല്ല പറഞ്ഞത്. കാനൂർ ഫെറോന പള്ളി വികാരി റെവറൻ ഫാദർ ജോയ് കണ്ണമ്പുഴ അധ്യക്ഷനായി. ലോകത്തിലെ വിവിധ രാജ്യങ്ങളും വിവിധ ഭാഷകൾ സംസാരിക്കുന്നവരും വിവിധ സംസ്കാരങ്ങളിലുള്ളവരും എല്ലാവരും ഈ പ്രത്യാശയുടെ പ്രവാചകനെ ഹൃദയത്തിലേറ്റിയിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളും അദ്ദേഹത്തിൻ്റെ ജീവിതവും ഒക്കെ എപ്പോഴും വളരെ ശ്രദ്ധയോടെ വീക്ഷിച്ചിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ലാളിത്യത്തിൻ്റെ മുഖവും ആൾരൂപവുമായിരുന്നു ഫ്രാൻസിസ് പാപ്പ. അനുസ്മരണ യോഗ സംഘാടക സമിതി ചെയർമാനും കാലടി സെന്റ് ജോർജ് പള്ളി വികാരിയുമായ ഫാദർ മാത്യു കിലുക്കൻ, ഫാദർ ഡോക്ടർ ജേക്കബ് നാലുപറയിൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി, ഫാദർ സെബാസ്റ്റ്യൻ എസ് പൈനാടത്ത്, ഡോക്ടർ മാഹിൻ അഹമ്മദ് റബ്ബാനി, PB സജീവ്, ബേബി കാക്കശ്ശേരി, സ്റ്റീഫൻ പട്ടത്തി, D രാജശേഖരൻ, NP ചന്ദ്രൻ, ജോർജ് പോരോത്താൻ, CK അൻവർ, തോമസ് പടയാട്ടി, സുമി അലക്സ് തുടങ്ങിയവർ സംസാരിച്ചു. 2025 ലോകത്തിന്റെ ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ച വർഷങ്ങളിലൊന്നാണ്. ഇത് പാപ്പയുടെ അനുസ്മരണ സമ്മേളനത്തിന് വിളിച്ച ഒരു അന്യമതസ്ഥനായ ഒരു ഇമാമിന്റെ കേവലം സുഖിപ്പിക്കൽ വർത്തമാനമല്ല. ഗോഡ് ഈസ് ലവ് എന്ന 5ാം ക്ലാസ്സുകാരൻ പണ്ട് ഫാത്തിമ മാത FMGH സ്കൂളിൽ വെച്ച് ഞാനന്ന് ബോർഡിൽ എഴുതി പരിശുദ്ധ ബൈബിളിലെ വചനം ഗോഡ് ഈസ് ലവ്. അന്ന് ആ എഴുതിയ ഇതുപോലെ ഈ സിസ്റ്റർമാരും ഇതുപോലെ അച്ഛന്മാരും വളർത്തിയ ഒരു മോൻ എന്ന നിലക്ക് എനിക്കിതിവിടെ പറയുന്നതിൽ വലിയ അഭിമാനമുണ്ട്. കാരണം സ്നേഹമാണ് മതമെന്നും സ്നേഹമാണ് ആത്മീയതയെന്നും ഈ മനുഷ്യർക്ക് എന്നാണ് മനസ്സിലാവുക? സ്നേഹത്തിനപ്പുറത്തേക്ക് പാപ്പയെപ്പോലെ സ്നേഹം പ്രഘോഷിച്ച, സ്നേഹത്തെക്കുറിച്ച് സംസാരിച്ച ഒരു പരിശുദ്ധാത്മാവ് ഈ ലോകത്ത് നിന്ന് നഷ്ടപ്പെടുന്നതിനേക്കാൾ വലിയ എന്ത് നഷ്ടമാണ് 2025 നമുക്ക് സംഭവിച്ചിട്ടുള്ളത്? ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ശവസംസ്കാര ശുശ്രൂഷ ലൈവായി കാണുന്നതിന് ഓപ്പൺ സ്റ്റേഡിയത്തിൽ LED സ്ക്രീൻ സ്ഥാപിച്ചിരുന്നു. വൈദികർ, സിസ്റ്റേഴ്സ് തുടങ്ങി നാട്ടുകാർ ഉൾപ്പെടെ നിരവധി പേരാണ് അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, കാലടി. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.